നമസ്കാരം. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം അങ്ങനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകും നിങ്ങൾക്ക് അതിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൻ്റെ വേഗത. ഈ സംഭവങ്ങളെല്ലാം ഒന്നിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല, എന്നാലും പൊതുവായിട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ സംഭവങ്ങളെക്കുറിച്ചും വേറൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. അതായത് ഇപ്പോൾ നമ്മളുടെ രജിസ്ട്രാറുടെ നടപടി കേരള യൂണിവേഴ്സിറ്റിയിലെ ഇതിൽ ഇത്രയും നല്ലൊരു നടപടിയായിട്ട് നടക്കുന്ന ആ മഹാനായ വ്യക്തിത്വത്തെക്കുറിച്ച് നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്ന് നമ്മുടെ കീമിൻ്റെ അവസ്ഥ, കോടതി എടുത്ത് ദൂരെ കളഞ്ഞ കീമിൻ്റെ അവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണമെന്നുണ്ട്. പതുക്കെ ഓരോ വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് ഈ സ്വാഭാവികമായ ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് ഇന്നത്തെ ഈ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് 2-3 വാക്ക് പറയാമെന്ന് കരുതുന്നു. നമസ്കാരം. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പല പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒക്കെ പലരുടെയും കമൻറ്റുകൾ വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ വിദ്യാഭ്യാസ രംഗം നാക് അക്രഡിറ്റേഷൻ നേടിയതിനെ സംബന്ധിച്ചും അവരുടെയുള്ള റാങ്കിങ്ങിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിലെ നമ്പർ 1 ആണ് നമ്മൾ എന്നൊക്കെ കാണിക്കുന്ന ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ളതായിട്ടൊക്കെയുള്ള കുറച്ച് പോസ്റ്ററുകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടാണ്. വളരെ നല്ലത്, നമുക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ. ഇപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒന്നല്ല, ലോകത്തിലെ തന്നെ 1-ാം നമ്പറാണ് കേരളം എന്ന് മനസ്സിലാവും. എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നത്. ഇന്ന് അവസാനമായിട്ട് നമ്മുടെ ബിന്ദു ഡോക്ടർ കൊണ്ടുവന്ന കീമിൻ്റെ പരിഷ്കരണം എടുത്ത് ദൂരെ കളഞ്ഞു കോടതി. വിദ്യാർത്ഥികൾക്ക് എന്താണ് അതുകൊണ്ട് പ്രയോജനമെന്ന് ചോദിച്ചാൽ, വിദ്യാർത്ഥികൾക്ക് ഒരുപാട് നഷ്ടങ്ങളാണ്. അവരുടെ സമയം, അതാണ് ഏറ്റവും നഷ്ടം. ഈ കീമിൻ്റെ റാങ്കൊക്കെ വെച്ചിട്ടും അല്ലെങ്കിൽ മാർക്കുകൾ വെച്ചിട്ടുമൊക്കെ അഖിലേന്ത്യാ തലത്തിലോ അല്ലെങ്കിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളിലെ പരീക്ഷയൊക്കെ എഴുതാനുള്ളതായിരുന്നു അവർ. അതിനൊക്കെ വന്നിട്ടുള്ള താമസങ്ങൾ, അല്ലെങ്കിൽ കീമിൻ്റെ റാങ്ക് വെച്ചിട്ട് നടക്കേണ്ട പ്രവേശനങ്ങൾ എല്ലാം ലേറ്റ് ആവുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതുകൊണ്ട് കോടതിയിലേക്ക്, ഇനി സുപ്രീം കോടതിയിലേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ സർക്കാർ. അതേതായാലും വളരെ നന്നായി. മറ്റേ സുപ്രീം കോടതിയിൽ ചെന്നിട്ടും ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഒന്നും പറയാൻ പറ്റാതെ, അല്ലെങ്കിൽ അത്രയും സമയവും കളഞ്ഞ് പിള്ളേരുടെ ഭാവിയും കളഞ്ഞൊക്കെ ആയിപ്പോയി. അതിൽ നിന്ന് രക്ഷപ്പെടാം ഏതായാലും, ഇനി കോടതിയിലേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട്. പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം വളരെ മികച്ച നിലവാരം പുലർത്തുന്നു എന്നുള്ളതിന് സംശയിക്കേണ്ട കാര്യമില്ല. അത്തരം നടപടികളാണ് അവിടെ ഈ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI അല്ലെങ്കിൽ DYFI യുവജന സംഘടനകൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിമാനിക്കണം, കേരളം എന്തായാലും അഭിമാനിക്കണം. ഒരു യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ കാണിക്കുന്ന വേലകൾ കണ്ടാൽ നമുക്കൊക്കെ സാധാരണഗതിയിൽ ഒരു കോമൺ സെൻസ് ഉള്ള മനുഷ്യർക്ക് ചിരി വരും. അദ്ദേഹം വളരെ മികച്ച ഒരു അക്കാഡമീഷ്യനായതുകൊണ്ടായിരിക്കണമല്ലോ അവിടെ മറ്റേ കോളേജ് പ്രിൻസിപ്പളായിരുന്നു. എന്നിട്ടാണ് ഇങ്ങോട്ട് രജിസ്ട്രാറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആള് ഭയങ്കര മിടുക്കനാണ്, എല്ലാം പഠിച്ചിട്ടുണ്ട്. മറ്റേ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ഏതായാലും പ്രിൻസിപ്പളായിരുന്ന സമയത്ത് അതിന് വേണ്ട നടപടികൾ എന്തെങ്കിലുമൊക്കെ നടത്താതെ രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പം മിക്കവാറും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. യൂണിവേഴ്സിറ്റിയിൽ പക്ഷേ വേറൊരു കുഴപ്പമുള്ളത്, ഈ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, അതിൻ്റെ അധികാരം എന്താണെന്നൊന്നും പുള്ളിക്കാരൻ നോക്കാൻ സമയം കിട്ടിക്കാണില്ല. അല്ലെങ്കിൽ അതിനുള്ള
എന്താ എല്ലാവർക്കും ഒരേപോലെ ഉള്ള മൂളയായിരിക്കില്ലല്ലോ ഉള്ളത്, അതായിരിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ നമ്മളുടെ യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ചരിത്ര സംഭവങ്ങളാണല്ലോ. അവിടെ ഇരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഗംഭീരന്മാരാണ്. ഒരു 1980-കളിൽ നമ്മളുടെ മാർക്കറ്റുകളിലൊക്കെ ഈ ഗുണ്ടാപ്പണിയായിട്ട് നടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? 80-കളിൽ 80-90 കാലഘട്ടത്തിലാണ് ശരിക്കും കേരളത്തിലെ മാർക്കറ്റുകളിൽ അതൊക്കെ ഒരു നല്ല നിലവാരത്തിലേക്ക് വന്നത്. അത്തരം കുറെ ഗുണ്ടകളെ ഈ സിൻഡിക്കേറ്റ് എന്നും പറഞ്ഞ് ഉൾപ്പെടുത്തിയാൽ എങ്ങനെ ഇരിക്കും? അതേ കുഴപ്പമുള്ളൂ, അത്രയും കുഴപ്പം മാത്രമേ അവരുണ്ടാക്കുന്ന അറിവുകൾ വെച്ചുള്ള ഇത് മാത്രമേ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നടക്കുന്നുള്ളൂ, അല്ലാതെ കൂടുതലൊന്നുമില്ല. അവർക്കറിയാവുന്ന പോലെ അവർ പ്രവർത്തിക്കുന്നു. അതാണ് നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളതെന്ന് അവർ മനസ്സിലാക്കുന്നു. അവരതുകൊണ്ട് ആ രീതിയിൽ പോകുന്നു. അതിന് അവരെ തെറ്റു പറയാൻ പറ്റുമോ? അവർക്കറിയാവുന്നതല്ലാതെ വേറെ എന്തെങ്കിലും അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നത് കേട്ട് ഇങ്ങനെ പ്രവർത്തിക്കും. അവർക്കറിയുന്നത് അവർ പ്രവർത്തിക്കുന്നു. സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ സംഭവമാണ്. ഞങ്ങൾക്ക് ഇവിടെ മന്ത്രിമാരെക്കാളും കൂടുതൽ പവറൊക്കെ ഉണ്ട്, പിന്നെയാണ് ഒരു വൈസ് ചാൻസലറെ അല്ലെങ്കിൽ ചാൻസലറെയൊക്കെ മൈൻഡ് ചെയ്യേണ്ട കാര്യം എന്താണ് എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. കാരണം അവർക്ക് അതിനുള്ള അറിവുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. സാധാരണഗതിയിലൊരു ഗുണ്ടയ്ക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പല സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതൊക്കെ പരിചയമെങ്കിലും സാധാരണക്കാരന് കാണും. അത്രയൊക്കെ നമ്മൾക്ക് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ നമ്മുടെ ബിന്ദു ഡോക്ടറാണല്ലോ ഇത് കൈകാര്യം ചെയ്യുന്ന ആൾ. അവരുടെ സ്റ്റാൻഡേർഡും കൂടി അതിൻ്റെ കൂടെ ചേർക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അതുമാത്രമേ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ സംഭവിക്കുന്നുള്ളൂ. വിദ്യാർത്ഥികളെ ഒന്നും തെറ്റു പറയാനാവില്ല. വിദ്യാർത്ഥികൾ എങ്ങനെ ഈ സമൂഹത്തിലുള്ളവരല്ലേ? അവർക്ക് വീടും കുടുംബമൊന്നും ഇല്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. അവർക്ക് അച്ഛനും അമ്മയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ SFI ആണെന്ന് കരുതി അച്ഛനും അമ്മയും ഇല്ലാതെ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള കുറേ വിദ്യാർത്ഥികളെ ഈ രീതിയിൽ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണുള്ളത്? അത്തരം കാര്യങ്ങളെക്കുറിച്ച് കേരളത്തിലെ പൊതുജനം എന്ന് പറയുന്ന ഈ അച്ഛനമ്മമാരുൾപ്പെടുന്ന ജനങ്ങളൊന്നും ആലോചിക്കുന്നില്ല എന്നതുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇങ്ങനെ നമ്പർ 1 നിൽക്കുന്നത്. ഈ അടുത്തിടെ QS റാങ്കിങ് ഉണ്ട്, ഈ യൂണിവേഴ്സിറ്റി ലോകത്തെ മികച്ച യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്. അതിനെക്കുറിച്ച് ഒരു കമൻറ്റ് ചെയ്യാനിട്ടു, ഒരു അഭിപ്രായം ഇട്ടിരുന്നേ. അപ്പോൾ അതിനകത്ത് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയും പെട്ടില്ല. മോദിനെ ഭയങ്കരമായിട്ട് നമ്മൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ സംഘികളെ അടിച്ചോടിക്കണം, അല്ലെങ്കിൽ അവരെ നാട് കടത്തണം, ഒരു കാരണവശാലും സഹിക്കാൻ പറ്റില്ലാത്തതാണ്. പക്ഷെ മോഡി 2014 അധികാരത്തിൽ വന്നപ്പോൾ 13 സർവകലാശാലകൾ ഈ QS റാങ്കിങ്ങിൽ പെട്ടിരുന്നു ഇന്ത്യയിലെ. ഇന്നത് 54. ഇപ്പോൾ 2024 റാങ്കിങ് 25 റാങ്കിങ് വരുമ്പോൾ 54 യൂണിവേഴ്സിറ്റികളോ ഇൻസ്റ്റിറ്റ്യൂഷനുകളോ ഇന്ത്യയിൽ നിന്നുള്ളത് ആ റാങ്കിങ്ങിൽ പെട്ടു. കേരളത്തിൽ നിന്ന് ഭാഗ്യത്തും കൊണ്ട് ഒന്നും പെട്ടിട്ടില്ല. അപ്പോൾ അതാണ് നമ്മളുടെ നിലവാരമെന്ന് നമുക്ക് മനസ്സിലാവാണമെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാകണം, അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകണം. എങ്കിലല്ലേ അവർക്ക് തോന്നിയാലല്ലേ അവിടെ മാറ്റങ്ങൾ വരികയുള്ളൂ. അപ്പോൾ നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടും തോന്നിയിട്ടുണ്ട് അവർ ഇതൊക്കെ മാറ്റിമറിക്കണം. അതാണല്ലോ അവർ ഈ മാതിരി സമരം നടത്തി ഇതാവാൻ നോക്കുന്നത്. എന്തുകൊണ്ടാണ് അവരെങ്ങനെ സമരം നടത്തുന്നത്? അവർക്ക് എന്താണ് അതിൻ്റെ പിൻബലം? അതാണ് കേരളത്തിലെ ജനസമൂഹം ചിന്തിക്കേണ്ടത്, കേരളത്തിലെ ജനസമൂഹം അറിഞ്ഞിരിക്കേണ്ടത്. ആ അറിവുണ്ടെങ്കിൽ മാത്രമേ ഈ വിദ്യാർത്ഥികൾ രക്ഷപ്പെടുകയുള്ളൂ. വിദ്യാർത്ഥികൾ രക്ഷപ്പെടണമെങ്കിൽ അവരവിടെ എവിടെ എന്തിനു വേണ്ടിയാണ് ഈ സമരം ചെയ്യുന്നതെന്ന് കേരള സമൂഹം മനസ്സിലാക്കണം. കേരളത്തിലെ സമൂഹം അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല. അത് മന്ത്രിമാരും യൂണിയൻകാരും വിദ്യാർത്ഥി യൂണിയനും അധ്യാപക യൂണിയനും കൂടെ കൂടിച്ചേർന്ന് തീരുമാനിക്കേണ്ട കാര്യമാണെന്നാണ് ഇവിടെയുള്ള പൊതുജനം വിചാരിക്കുന്നത്. അങ്ങനെയല്ല. പൊതുജനത്തിൻ്റെ മക്കളാണ് അവിടെ പഠിക്കുന്നത്, പൊതുജനത്തിൽപ്പെട്ട ആളുകളുടെ മക്കളാണ് ഈ പഠിക്കുന്നത്. ഇപ്പോൾ കീമിൻ്റെ ഇത് വന്നു, അതുകൊണ്ട് നഷ്ടമുണ്ടാകുന്ന അല്ലെങ്കിൽ വിഷമങ്ങളുണ്ടാകുന്ന ആർക്കാണ്? ഇനി പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കാണ്. അപ്പോൾ ഇത് പൊതുജനം, കേരളത്തിലെ പൊതുജനം അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല.
അതുകൊണ്ട് മാത്രമാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം ഇതുപോലെ ആയിക്കൊണ്ടിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഇതല്ല, ഇതിലപ്പുറവും നടക്കും. കേരള യൂണിവേഴ്സിറ്റി ലോകത്തിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റി ആവും ഇങ്ങനെ പോയാൽ. അതിന് എനിക്ക് സംശയമൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഏകദേശം അതിൽ അടുത്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ഈ ഗവൺമെൻറ് മാറുന്ന സമയമാകുമ്പോഴേക്കെങ്കിലും എങ്ങനെയെങ്കിലും അത് നമ്പർ 1 ആക്കാൻ SFIക്കാരും DYFIക്കാരും ശ്രമിച്ചാൽ സാധിക്കും. അങ്ങനെ ആക്കി തീർക്കുക. അതിന് ശേഷം നമ്മൾക്ക് പിന്നെയും കാണാം. ഓക്കെ, എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു.